ദജ്ജാലിനെ അട്ടിമറിക്കണമെങ്കിൽ ആര് വേണം? ആര് വേണം? മഹ്ദി വേണം. ലോകത്തെ അക്രമം നിറച്ചതും നീതി നിറക്കണമെങ്കിൽ ഇന്ന് 650 കോടി ജനങ്ങളിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും നീതി നിഷേധിക്കപ്പെടുന്നു. ന്യൂനപക്ഷം അക്രമികളാവുന്നു. മനസ്സിലായില്ല? ഏത് രാജ്യത്തിന്റെയും അവസ്ഥ എന്താ? ഒരു ചെറിയ ന്യൂനപക്ഷം വലിയ ആളുകളായി നടക്കുക. ഭൂരിഭാഗം ആളുകൾക്കും ലോകത്ത് എന്തിൽ കിട്ടുന്നില്ല? നീതി കിട്ടുന്നില്ല. മുലിയത്തിലാറുള്ളൂ ജൗറൻ ഉൽമ, അക്രമവും അരാജകത്വവും ഭൂമിയിൽ നടക്കപ്പെടുക. ഇനി അത് തിരിച്ചു മടക്കേണ്ടതുണ്ട്. നീതി ഭൂമിയിൽ നടക്കും. ആര്? ഈ ഫാത്തിമയുടെ പേരക്കുട്ടി അലിയാരുടെയും അന്നത്തെ ആ ഒരു ശാരീരിക ബന്ധത്തിന്റെ ബാക്കിയത് മനസ്സിലായോ പറഞ്ഞത്? അവരാണ് ഇനി ഇവിടെ വരാം. അവരില്ലെങ്കിൽ നീതി നടപ്പിലാവില്ല. അവരെ മേലെ ദീൻ പൊന്തിക്കാൻ നമുക്കൊണ്ട് കഴിയുകയില്ല. അവരെ നിഷേധിക്കുന്ന ജനങ്ങൾ കുരുത്തത്തിലല്ല, കുരുത്തങ്ങളിലല്ല, കുരുത്തത്തിൽ വീഴൂല. അവരെ പോലെ ആർക്കും കഴിയൂല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഒരൊറ്റ ആളെ പറയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാരാ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട് അലി ഇബ്നു ഹുസൈൻ. മനസ്സിലാക്കണം. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാ. അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു 2 മക്കള്, വലിയ 2 മക്കള്, വേറെ മക്കളുണ്ട് എങ്കിലും ലോകം നിയന്ത്രിച്ച 2 മക്കളാരാ? ഒന്ന് സയ്യിദ്ന ഹസൻ, ഒന്ന് സയ്യിദ്ന ഹുസൈനും. അതിൽ ഹുസൈനൊരു മകനുണ്ടായി. ആ കുട്ടിക്ക് എന്ത് പേരിട്ടു? അലി. അപ്പോൾ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ്. തിരിഞ്ഞിട്ടില്ല. ഈ അലിയുടെ പേരുണ്ടാവും അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ്. അബൂ ത്വാലിബിന്റെ മകനായ അലിയായുടെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ആര്? അലി. അലിക്ക് ലോകം നൽകിയ പേരുണ്ട്. എന്താ പേര്? സൈനുൽ ആബിദീൻ. അത് ലോകം നൽകിയ പേരാണ് സൈനുൽ ആബിദീൻ. ആ പടച്ചോനെ ആരാധിക്കുന്നവരുടെ അലങ്കാരം. ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കും. ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കും. ആര്? ഫാത്തിമാന്റെ നേരെ പേര് കൂട്ടി. നിങ്ങൾക്ക് മനസ്സിലായില്ല? അവരെ പേരെന്താ? അലി. അവരെ പേരെന്താണ്? അലി. ലോകം കൊടുത്ത പേരാണ് എന്ത്? സൈനുൽ ആബിദീൻ. ഇന്നിപ്പോ നമ്മൾ അവരെ പേര് അലിയാന്ന് പോലും അറിയില്ല. ഇപ്പൊ ശംസുൽ ഉലമായി കുറച്ചാണ് കഴിഞ്ഞാൽ അവരെ പേര് ജനങ്ങൾക്ക് കിട്ടാതെയാവും. അബൂബക്കറാണ് പേര് എന്നുള്ള ജനങ്ങളിലെല്ലാം പോയിപ്പോ സംസാരം എന്ത് മാത്രമായി? ശംസുൽ ഉലമ. കണ്യത്തിന് ജനങ്ങൾക്ക് പേര് അറിയാതെയാവും കുറച്ച് കഴിഞ്ഞാല്. ഇപ്പൊ നമ്മളതിന്റെ തൊട്ടടുത്ത സമാനായതുകൊണ്ട് എന്താണ് എന്തറിയണത്? അഹമ്മദ് മുസ്ലിയാരാന്ന് അറിയണത്. കുറച്ച് കഴിഞ്ഞാൽ എന്തറിയില്ല? പേരറിയില്ല. കണ്യത്തിനെ അറിയുള്ളൂ. കണ്യത്തുസ്താദ് അങ്ങനെ പറയും. എന്തറിയില്ല? അഹമ്മദ് പറയാം. അഹമ്മദിനാണ് അവരെ പേരെന്ന് അറിയൂല. അലി, ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈനിന്റെ പേര് ജനങ്ങൾക്ക് അറിയാതെയായി. ഇന്ന് ജനങ്ങൾ പറയുന്നത് എന്താ? സൈനുൽ ആബിദീൻ രക്ഷപ്പെട്ടിട്ടില്ലേ? സൈനുൽ ആബിദീൻ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ കർബലിന്ന്. മനസ്സിലായില്ലേ? സൈനുൽ ആബിദീൻ മദീനത്താണല്ലോ സൈനുൽ ആബിദീന്റെ ഖബർ. ഹുസൈൻ റളിയല്ലാഹുവിന്റെ കുട്ടിയാണ് ആര്? ഈ സൈനുൽ. പക്ഷെ സൈനുൽ ആബിദീന്റെ യഥാർത്ഥ പേരെന്താ? അലി. അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ്. മനസ്സിലായില്ലേ? ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കും. കച്ചവടം ചെയ്യും, പൈസ ഉണ്ടാക്കും. എന്നിട്ട് രാത്രി കാലങ്ങളിൽ ഉറങ്ങൂല. മദീനത്തും പരിസരത്തുള്ള മിസ്കിമാരുടെ വീട്ടിലൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാവരാണ് രാത്രിയായാലും. എന്നാൽ ഒരാൾക്ക് അറിയും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് സൈനുൽ ആബിദീനാണെന്ന്. മറ്റൊരാളെ പറ്റി അറിയില്ല. എന്നാൽ അവർ വഫാത്തായപ്പോൾ 100 കണക്കിന് കുടുംബമാണ് കഴിഞ്ഞു. ഇനി നമുക്ക് ആരാളുള്ളത്? മിസ്കിമാരെ കുടുംബം. അപ്പോഴാണ് എല്ലാവർക്കും പറയുന്നത് ഇതൊക്കെ അവരായിരുന്നു ചെയ്തിരുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? അതായത് സൈനുൽ ആബിദീന് പണി എന്താ? രാത്രിയായാല് നിസ്കരിക്കും. പിന്നെ പണി എന്താണെന്നറിയോ? കച്ചവടം ചെയ്തിട്ടുണ്ടാവും. കിട്ടിയ പൈസ രാത്രി തന്നെ ദാനം ചെയ്ത് തീർക്കും. അതിന് നേരത്തെ റൊട്ടി ഉണ്ടാക്കി വെക്കും. റൊട്ടി കൊണ്ടേ കൊടുക്കും വീടുകളിൽ. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള റൊട്ടി രാത്രി എത്തിച്ചു കൊടുക്കും. എന്നിട്ട് അവർ എന്ത് ചെയ്യും? ഒരു ദിവസം എത്ര? 1000 റക്അത്ത് നിസ്കരിക്കും. 1000 റക്അത്ത് നിസ്കരിക്കും ഒരു ദിവസം. 1000 റക്അത്ത് നിസ്കരിക്കും ഒരു ദിവസം. 1000 റക്അത്ത് നിസ്കരിക്കും ഒരു ദിവസം. ഖുർആൻ നാവിന്ന് പോകൂല സദാസമയം. ഖുർആൻ അല്ലാത്ത നാവിലുണ്ടാവില്ല സദാസമയം. അപ്പഴേ അല്ലാ, എന്താ അവരൊക്കെ കഴിവ്! എന്താണ് തൗഫീഖ്? നമ്മൾ വിചാരിച്ചില്ല, അള്ളാഹ് വിചാരിക്കണ്ടേ? ഇപ്പൊ നന്നാവണം നമുക്ക് പൂതിയുണ്ട്. എന്താ നന്നാവാത്ത? അള്ളാഹ് വിചാരിച്ചില്ല. അള്ളാഹ് വിചാരിച്ചെടുക്കണക്ക് നമ്മൾ എത്തണം. നമ്മൾ വിചാരിച്ചിട്ടില്ല. നമ്മൾ വിചാരിച്ച അള്ളാഹ് വിചാരിക്കും.
നമ്മൾ വിചാരിച്ചാ പോരാ, പിന്നെയും വിചാരിക്കണം. ഉള്ളിന്റെ ഉള്ളിലൊരു വിചാരമുണ്ട്, മനസ്സിലായില്ല? ഉള്ളിലൊരു വിചാരമുണ്ടല്ലോ, ആ വിചാരത്തിൽ ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല. അവിടെ എത്തിയ ആര് വിചാരിക്കും? നമ്മൾ അവിടേക്ക് എത്തിയ ആര് വിചാരിക്കും? അത് വിചാരിക്കും. അപ്പോൾ അതിനുള്ള ഒരുപാട് നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും. നഷ്ടം സഹിക്കാൻ നമ്മൾ ചെയ്യാറില്ല. എങ്ങനെ ചെയ്യാനാവുക? ഉമ്മാന്റെയും ബാപ്പാന്റെയും സുഖം അനുഭവിച്ചുകൊണ്ട് ഉമ്മാന്റെയും ബാപ്പാന്റെയും നടുവിൽ കിടക്കുന്ന ഒരുത്തനെ എന്തായി എന്നറിയോ? പിന്നെ അങ്ങനെ വലിയതായിട്ട് പിന്നെ അവന് പെണ്ണിട്ടണമെന്ന് പൂരിയായി. പക്ഷെ ഇവിടുന്ന് വിടാൻ കഴിയൂല. അവന് പെണ്ണിട്ട് നടക്കുവോ? മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? ഉമ്മാന്റെയും ബാപ്പാന്റെയും ഇടയിലുള്ള കിടത്തം കഴിയാതെ ആ പൂതി കഴിയാതെ എന്ത് നടക്കൂല? പറ കുട്ടിയെ, പെണ്ണിട്ട് നടക്കൂല. ഉമ്മാന്റെയും ബാപ്പാന്റെ ഇടയിൽ നിന്നുള്ള കിടത്തം അവസാനിപ്പിക്കാൻ പറ്റൂല. എന്നാ പെണ്ണുങ്ങളൊപ്പം കിടക്കും വേണം. നടക്കണ കാര്യമല്ല. ഓന് ദ്വാരക്കുമ്പോ കൂട്ടത്തിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാകുമ്പോഴും പെണ്ണും ദ്വാരക്കും. റബ്ബന ആതിനാ ഫിദ്ദുനിയ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ ആമീൻ ഓനും പറയും. മനസ്സിലായി പറഞ്ഞ ആമീൻ ഓനും പറയും. നീ ദുർവേഷ തങ്ങളെ പേരക്കുട്ടിനോട് ഒരു തമാശ അറിഞ്ഞ് ഇങ്ങനെ ഈ തമിഴ്നാട്ട് പോയപ്പോ കുറെ വന്നിട്ട് കുറെ ഈ തങ്ങള് ദുർവേഷ തങ്ങള് തമിഴ്നാട്ടിൽ ചെന്നപ്പോ കുറെ പെണ്ണുങ്ങൾ വന്നിട്ട് പിന്നെ എന്ന് പറഞ്ഞ് കുട്ടികളില്ല ആണ്ടവര് പിന്നെ കൊന്തകളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പൊ ഇങ്ങനെ ഭർത്താവിന് എന്താ പണി? ഭർത്താവ് ശ്രീലങ്കയിലാ, 4 കൊല്ലം മുമ്പ് പോയതാ. അങ്ങോട്ട് ഇവിടെ കുട്ടികളുണ്ടാണ് എങ്ങനെ? ദുർവേഷങ്ങളൊക്കെ ഇത് മോനുണ്ട് തമാശ അറിയുന്നു, വലിയ തമാശക്കാരനാ. നിങ്ങൾക്കറിയോ നിർവേഷ്ടങ്ങളോട് പെണ്ണുങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് അറിയോ? എന്നോട് പറയാ. അവളെ ഭർത്താവ് 4 കൊല്ലം മുമ്പ് ശ്രീലങ്കയിൽ പോയതാ. എന്നിട്ട് ഓക്ക് ഇപ്പൊ കുട്ടികളുണ്ടാവണം. അത് നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്നത്തെ പോലെ മനുഷ്യന്മാരെ കഥാണ്. ഇനി തന്നെ നേരെ അപ്പുറത്തേക്ക് വെച്ചാൽ നമുക്ക് ആഹാരം കിട്ടണം. പക്ഷെ ദുനിയാവിന്റെ നടുവിലുള്ള ഈ കിടത്തെ നമ്മൾ മാറ്റാൻ ചെയ്യാതില്ല. ചിന്തിക്ക്. പാപ്പാന്റെ പദപ്പിൽ കൂടണം, ഉമ്മാന്റെ മുല കുടിക്കും വേണം, എന്നിട്ട് ഭാര്യന്റെ മേലക്കടുത്തും വേണം. അത് എല്ലാം കൂടി നടക്കൂല. അതൊരു പരിധി കഴിഞ്ഞാൽ ഈ ഉമ്മാന്റെയും ബാപ്പാന്റെ ഇടന്ന് എണീറ്റ് പോകണം. ഇല്ലെങ്കിൽ ഉമ്മാനെയും ബാപ്പാനെയും കുടിച്ച് സ്വീപ്പാക്കി നല്ലാതെ ഒന്നുമില്ല. അവിടുന്ന് എണീറ്റ് പോകണം. അവർക്ക് അവരെ സൗകര്യം ഒരുക്കി കൊടുത്ത കൂലിയെങ്കിലും നിനക്ക് കിട്ടും. ഒരു സമയം കഴിഞ്ഞാല് ദുന്യാവുന്ന മനുഷ്യൻ മാറണം. അല്ലാതെ ആഖിറത്തെത്താൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല. അപ്പൊ എന്തുകൊണ്ട് ഇവരിട്ട് ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അവരിൽ നിന്നുണ്ടായതാണ് ഹുസൈന്റെ നേരെ കുട്ടിയുടെ കാര്യമാക്കി പറഞ്ഞു. ഒരു ദിവസം എത്ര റക്അത്ത്? 1000 റക്അത്ത് നിസ്കരിക്കും ഒരു ദിവസം. ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു തങ്ങന്മാര്, ഏകദേശം തങ്ങന്മാരൊക്കെ സൈനുൽ ആബിദീൻ വഴിയാ. ഹുസൈനി കബീലയിലെ കൂടുതൽ ആ തങ്ങന്മാര്. ഏതിലല്ല? ഹസനിയിലല്ല. ഭയങ്കര ദർജയാണ് രണ്ടുകൂട്ടർക്കും. മഹ്ദിമാമ ഹസനിയാണ്, ഹുസൈനി അല്ല. ഒക്കെ ദർജ വലിയ തന്നെയാണ്, രണ്ടും വലിയ തന്നെയാണ്. ഹസനിയും ഹുസൈനിയും. മഹ്ദിമാമ ഹുസൈനി അല്ല, ഹസനിയാണ്. ചില തങ്ങന്മാര് ഹസനിയാണ്, ചിലത് ഹുസൈനിയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? 2 വഴിക്കുണ്ട്. മഹ്ദിമാമ ഹസനിയാണ്. ഹുസൈനിലുള്ള തറവാട്ട് കാരണവരാണ് ആര്? ഹുസൈനിയിലുള്ള തറവാട്ട് കാരണവരാണ് ആര്? ആര്? സൈനുലാബിദീൻ. അവരെ കഥയായി പറഞ്ഞത് നമുക്ക് നടക്കൂല. എന്തുകൊണ്ട്? അതെന്തേ? അത് അവിടുന്ന് നേരത്തെ പുഷിങ് നടത്തിയിട്ടുണ്ട്. വല്യമാനെ അറിയിക്കൊണ്ടാക്കിയത് ആരാ? ജിബ്രീലാണ്. മുന്നിൽ ആരാ നടക്കുന്നത്? മുത്തുനബിയാണ്. മനസ്സിലായ പറഞ്ഞത്? അല്ലാതെ കുറച്ച് പിന്നെ എന്താ പറയാ, മനസ്സിലായില്ല. ഇന്നത്തെ വെടിയും പൊട്ടിച്ച് മനസ്സിലായില്ല പറഞ്ഞത്. ഒരു പുതിയ പുതിയണ്ണിനെ കൊണ്ടുപോയി കണ്ടു. മറ്റേ ശവപ്പെട്ടിയിൽ ഉന്തുവണ്ടിയിൽ. മനസ്സിലായില്ലേ? അതിലെങ്ങനെ ജനങ്ങളെ ഉന്തുവണ്ടിയിൽ ചപ്പും ചവറുവാ കൊണ്ടുപോവാ, ശവപ്പെട്ടിയിൽ മയ്യത്തിനെ കൊണ്ടുപോവാ. ഇനി അതിനൊരു തെളിയില്ല. ശവപ്പെട്ടിയിലൊക്കെ കൊണ്ടുപോയാൽ തന്നെ ഉറപ്പാണ് ഇവന്റെ സമയം സമയം കഴിഞ്ഞ്. ഉന്തുവണ്ടിയിൽ ചവറല്ലേ കൊണ്ടുപോവുക? അള്ളാഹു കാക്കട്ടെ. പിന്നെ എങ്ങനെ ഇവിടെ സാലിഹ്യങ്ങൾ പറക്കും? അപ്പൊ ഇത് ബഹുമാനപ്പെട്ട ഹാഫിദുൽ ബഗ്ദാദി തങ്ങള്
താരിഖ് ബഗ്ദാദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദഖായിറുൽ ഉഖബയിൽ ബഹുമാനപ്പെട്ട ഇമാം തുബരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കിതാബ് പറയുന്നത്, മറ്റവർക്ക് വേണ്ടിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിക്കോളണമെന്നില്ല. നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളെ ഇമാമിയങ്ങളായ മഹാന്മാരല്ലേ, കിതാബുകളല്ലേ ഇത് രേഖപ്പെടുത്തി കിടക്കുന്നത് എന്ന്. ഇനി കേട്ടോളൂ, ബഹുമാനപ്പെട്ട അബൂ നുഐം റളിയല്ലാഹു അൻഹു ഹില്യത്തിൽ രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ് ചിന്തിക്ക്. അതും ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് തങ്ങൾ തന്റെ താരിഖ് ബഗ്ദാദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല മഹാന്മാർ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. എന്ത്? അസ്വഹാബത്ത് ഫാത്തിമ സബീഹത യൗമൽ ഉർസി റഅദാ, ഫാത്തിമ ബീവിക്ക് കല്യാണ ദിവസം അവരെ പുതുമണവാട്ടിയായി കൊണ്ടുപോകുന്ന ആ സന്ദർഭത്തിൽ, ആ ദിവസത്തിൽ അവർക്കൊരു പേടിയായി. കല്യാണ ദിവസം ഫഖാല ലഹ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബായ നബി പറഞ്ഞ്, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ ബീവിക്ക് ഒരു പേടിയായി. കാരണം പല നിലക്കും. ഒന്ന്, അലിയാരി റളിയല്ലാഹു അൻഹു ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഭയങ്കര കാര്യത്തിൽ പിടിച്ചു കൊടുത്തുള്ള ആളാണ്. ആര്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും അറിയാലോ. അപ്പൊ അലിയാരെ പൊടിയെന്നാകുന്ന കാര്യത്തിൽ ഒരു പേടി ഉണ്ടായി. ആർക്ക്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പോൾ ഫഖാല ലഹ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസ് എവിടെയുണ്ട്? ഇത് ഹില്യത്തുൽ ഔലിയായിൽ അബൂ നുഐം അൽ ഇസ്ഫഹാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ വലിയ കിതാബാണ്. പിന്നെ എവിടെയുണ്ട്? ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി ഹാഫിദ് റളിയല്ലാഹു അൻഹു അവരുടെ താരീഖ് ബഗ്ദാദിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫാത്തിമ ബീവിയോട് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, യാ ഫാത്തിമ സവ്വജതുകി സയ്യിദൻ ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ഫാത്തിമ, നിന്നെ ഞാൻ കെട്ടിച്ചിട്ടുള്ളത് സയ്യിദൻ ഫിദ്ദുനിയാ, ദുനിയാവിലെ നേതാവിനാണ്. സയ്യിദൻ ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, ആഖിറത്തിൽ അവർ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനുമാണ്. ആര്? അലി. പേടിക്കൊന്നും വേണ്ട. യാ ഫാത്തിമ, നീ കേട്ടോ ഫാത്തിമ, ലമ്മ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചപ്പോൾ, നിന്നെ മിൻ അലി, അലിയാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചപ്പോൾ, അമറ അല്ലാഹ ജിബ്രീല, തല തുറന്ന് പിടിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. അല്ലാഹു തആല നിന്നെ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആർക്ക്? ഫാത്തിമ, നിന്നെ അലിയാർക്ക് കൊടുക്കാനുള്ള സമയമായപ്പോൾ അല്ലാഹു ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹ് അസല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അള്ളാഹു അതിന്റെ നേരത്തെ വെളിപ്പെടുത്തി. ഫാത്തിമാക്കുള്ള പ്രായപൂർത്തിയായി. മനസ്സിലായില്ലേ? ആ സമയമായപ്പോൾ പ്രായപൂർത്തിയായി, 15 വയസ്സായി. കെട്ടിച്ചു കൊടുക്കേണ്ട സമയവുമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക്. ആ സമയം എത്തിയപ്പോൾ അല്ലാഹു തആല അമറല്ലാഹ ജിബ്രീല, അല്ലാഹു തആല കൽപ്പിച്ചു. ആരോട്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചു. ഫഖാമ ഫിസ്സമാഇ റാബിഅ, അങ്ങനെ 4ാമത്തെ ആകാശത്ത് എണീറ്റ് നിന്നു. ആര്? സയ്യിദുനാ ജിബ്രീൽ. ആകാശത്ത് എണീറ്റ് നിന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. ആരോട്? ജിബ്രീലിനോട് അലൈഹിസ്സലാം. ഫഖാമ, അങ്ങനെ ബഹുമാനപ്പെട്ടവർ എണീറ്റുന്നു. ആര്? സയ്യിദുനാ ജിബ്രീൽ ഫിസ്സമാഇ റാബിഅ, 4ാമത്തെ ആകാശത്തില്. 4 വലിയ കണക്കുണ്ട്. 4ലാണല്ലോ ബൈത്തുൽ മഅമൂർ, 4ആണല്ലോ അള്ളാന്റെ ജലാലത്തിന്റെ ഇസ്മിന്റെ ഹുറൂഫ്. ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് 4ൽ വലിയ കണക്ക് കിടക്കുന്നുണ്ട്. 4, മനസ്സിലായില്ലേ? 4 ആൾക്കാണ് ഏട്, 4 ആൾക്കാണ് കിതാബ്, ഖുലഫാക്കള് 4, അയിമ്മത്ത് 4, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. 4ൽ ഒരു കണക്കുണ്ട്. 4ാമത്തെ ആകാശത്താണ് ബൈത്തുൽ മഅമൂർ. ഈ 4ന്റെ 10 40. അതാണ് 40 ആളുകളോടത്ത്, മോമിനിങ്ങളോടത്ത് ഒരാൾ ആരാണ്? വലിയാണ്. അതുകൊണ്ടാണ് ജുമഅക്ക് എത്ര ആൾ വേണം? 40 ആൾ വേണം. 40ൽ കണക്കുണ്ട്. മഹ്ദി ഇമാം 40 വയസ്സ് കഴിഞ്ഞാലേ പ്രത്യക്ഷപ്പെടുള്ളൂ. ഈസാ നബി ഇറങ്ങി വന്ന 40 കൊല്ലം ഭരണം നടത്തും അലൈഹിസ്സലാം. മനസ്സിലായില്ലേ? ദജ്ജാൽ ഭൂമിയിൽ ഇറങ്ങിയാൽ 40 ദിവസമേ വിളയാടുകയുള്ളൂ. 1ാമത്തെ ഊത്തിന്റെയും 2ാമത്തെ ഊത്തിന്റെ ഇടയിലും ആയിട്ട് 40 കൊല്ലം ഉണ്ടാകുമെന്നാണ് അഭിപ്രായം. 40 ദിവസമാണോന്നും ചില ശക്കുകളുണ്ട്. ഏതായാലും 1ാമത്തെ ഊത്തിന്റെയും 2ാമത്തെ 2 ഊത്തിന്റെയും ഇടയിൽ 40 ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അത് കൊല്ലമാണോ ദിവസമാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഒരു ഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം 1ാമത്തെ ഊത്തിന്റെയും 2ാമത്തെ ഊത്തിന്റെ ഇടയിൽ 40 കൊല്ലം ഉണ്ടാവും. ഒരു ഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം 40
ദിവസം ഉണ്ട്. അങ്ങനെയൊക്കെ അഭിപ്രായമുണ്ട്. അപ്പൊ അവിടെ എന്തെന്നെയുള്ളത്? ഈ 40ന്റെ അസിലാണ് 4 വലിയ സംഭവമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ മുഹമ്മദ് എന്ന പേര് ഖുർആനിൽ പറഞ്ഞത് 4 വട്ടാണ്. മുഹമ്മദ് 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 അത് തന്നെ 4 ഹർഫായി വ്യക്തമായത് 4 ഹർഫാണ്. മീമ് ദാല് ഔ 4. റഹ്മത്താണ് റസൂലുള്ളാഹിന്റെ ഓമന പേര്. അത് ഫാത്തിഹയിൽ പറഞ്ഞ 4 വട്ടം. ബിസ്മിൽ 2, അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ട് 2. അപ്പോൾ എത്ര? 4. ഒക്കെ 4 ഭയങ്കര കണക്കാ. 4ാമത്തെ ആകാശത്ത് എണീറ്റിക്കാൻ പറഞ്ഞു. ആരെ കെട്ടിക്കാണ്? ഫാത്തിമ ബീവിയെ ഭൂമിയിൽ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നുള്ള സമയമായപ്പോൾ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ജിബ്രീലേ നിങ്ങൾ ചെയ്യെന്ന് പറഞ്ഞു. അങ്ങനെ ഫഖാമ ഫിസ്സമാഇ റാബിഅ, 4ാമത്തെ ആകാശത്ത് എണീറ്റുന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഫസഫൽ മലായികത സുഫൂഫാ, ഫസഫൽ മലായികത സുഫൂഫാ, എന്നിട്ട് മലക്കുകളെല്ലാം അണികളായി നിർത്തി. മനസ്സിലായില്ലേ? മലക്കുകളെ ഫസഫൽ മലായികത സുഫൂഫാ, മലക്കുകളെ സഫ് കെട്ടി നിർത്തിച്ചു. ആര്? സയ്യിദുനാ ജിബ്രീൽ. മലക്കുകളുടെ നേതാവാണ് ആര്? പറ. മലക്കുകളുടെ നേതാവാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. സഫ് കെട്ടി നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ മലക്കുകൾ സഫ് കെട്ടി നിന്നു. സുമ്മ പിന്നെ ഖതബ അലൈഹിം, ഖുതുബ ഓതി. ആര്? സയ്യിദുനാ ജിബ്രീൽ അവരെ മേൽ പ്രഭാഷണം നടത്തി, പ്രസംഗിച്ചു, ഖുതുബ പറഞ്ഞു, ഖുതുബ ഓതി. ഫസവ്വജകി മിൻ അലി, പിന്നെയാണ് അല്ലാഹ് എന്നെ കെട്ടിച്ചിട്ടുള്ളത്. എന്റെ അഭിപ്രായമല്ല ഫാത്തിമ അലിയാർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്നത് എന്റെ അഭിപ്രായമല്ല. ഇതിന്റെ പണി നടത്തിയ ആൾ ഞാനുമല്ല. പൊന്നുമോളെ, ഇത് ആര് ചെയ്തതാണ്? അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ഇതിന്റെ സമയമായപ്പോ അള്ളാഹു ആരോട് പറഞ്ഞ്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 4ാമത്തെ ആകാശത്ത് ഖുതുബ ഓതി. എന്നിട്ടാണ് കെട്ടിച്ചു കൊടുത്തതാര്? അപ്പോൾ നിക്കാഹ് കർമ്മം ആസിൽ നടത്തിയതാര്? അള്ളാഹു. ഖുതുബ ഓതിയതാര്? സയ്യിദുനാ ജിബ്രീൽ. ഈ ഹദീസ് എവിടെയുണ്ട്? ഹില്യത്തുൽ ഔലിയായിൽ അബൂ നുഐം രേഖപ്പെടുത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. സുന്നത്ത് ജമാഅത്തിന്റെ വലിയ മഹാന്മാരായ ഇമാമിങ്ങളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട അബൂ നുഐം റളിയല്ലാഹു അൻഹു. അവർ ഹില്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു താരീഖ് ബഗ്ദാദിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഇൽമിനെ തരട്ടെ. പിന്നെ സ്വർഗത്തിലെ മരത്തോട് അള്ളാഹു കൽപ്പിച്ചു. അപ്പോൾ അത് ഗർഭം ധരിച്ചു. ആര്? സ്വർഗത്തിലെ മരങ്ങള്. എന്തിന്? അൽ ഹുലിയ, മനോഹരമായ ആഭരണങ്ങളെയും, വൽ ഹുലല, മനോഹരമായ വസ്ത്രങ്ങളെയും. മനസ്സിലായില്ല? സ്വർഗത്തിലെ മരങ്ങളോട് പറഞ്ഞു. മരങ്ങൾ ഗർഭം ധരിച്ചു പറഞ്ഞാൽ മരങ്ങൾ ഗർഭം ധരിച്ച് പ്രസവിച്ചു എന്നാണല്ല. മനസ്സിലായില്ല? മരത്തിൽ നിന്ന് എന്തുണ്ടായി? എന്തുണ്ടായി? അങ്ങനല്ലേ? സ്വർഗത്തിലെ മരങ്ങൾ നമ്മൾ സാധാരണ മരങ്ങളല്ല. സ്വർഗത്തിലെ മരങ്ങളെല്ലാം ഒന്നും സാധാരണ മരങ്ങൾ അല്ല. സ്വർഗത്തിലെ മരം തന്നെ സ്വർണ്ണാണ്. സ്വർണം കൊണ്ടല്ലാത്തൊരു മരവും സ്വർഗത്തിൽ ഇല്ല എന്ന് ഹബീബായ നബി. എന്നിട്ട് അതിന്ന് പഴങ്ങളെ കഴിക്കും. ഈ പഴം എന്താണ്? ഇത് സ്വർണ്ണാണ്. മനസ്സിലായോ പറഞ്ഞത്? എന്നിട്ട് എന്തിനേയും ആഭരണങ്ങളെയും, ആഭരണങ്ങൾ സ്വർണ്ണം എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ ഹുലിയാണ്. ഹുലിയറ ആഭരണങ്ങൾ സ്വർണ്ണാവ, തങ്കാവ, അല്ലാഹു അഅലം. മനസ്സിലായില്ലേ? ആഭരണങ്ങളെ പ്രസവിച്ചു. ആര്? മരങ്ങള്. വൽഹുലല, പുതുവസ്ത്രങ്ങളെയും, പുതുവസ്ത്രങ്ങളെയും ഇങ്ങോട്ട് പുറപ്പെടുവിച്ചു. പൂങ്കായുമായി. എന്ത്? ആഭരണങ്ങളായിട്ടും ആ വസ്ത്രങ്ങളായിട്ടും അതിങ്ങോട്ട് പുറത്തു വന്നു. അതിന്ന് ഇങ്ങോട്ട് വിരിഞ്ഞു. സുമ്മ അമറഹ, അങ്ങോട്ട് നോക്ക്. സുമ്മ അമറഹ, പിന്നെ മരങ്ങളോട് അള്ളാഹു കൽപ്പിച്ചു. ഫനശറതുഹു അലൽ മലായിക, പിന്നെ മരങ്ങൾ വിതറി. ഇതിനെ വിതറി അലൽ മലായിക, മലക്കുകളുടെ മേൽ. താഴെ ആരുണ്ട്? മലക്കുകളുണ്ട്. അത് സ്വയം ഇങ്ങോട്ട് കൊഴിഞ്ഞു. എന്തും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഇങ്ങനെ മുകളിൽ നിന്ന് പഴം കൊഴിഞ്ഞാടും പോലെ സ്വർഗത്തിലെ മരങ്ങളിൽ നിന്ന് എന്ത് കൊഴിഞ്ഞു വീണു? ഈ ആഭരണങ്ങളും പുതു വസ്ത്രങ്ങളും കൊഴിഞ്ഞു വീണു. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, എടുത്തോളീൻ.
ഫമൻ അഖദ മിൻഹും ശൈഅൻ യൗമഇദിൻ അക്സറ മിമ്മാ അഖദഹു ഗൈറുഹു ഇഫ്തഖറ ബിഹി ഇലാ യൗമിൽ ഖിയാമ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഇന്നത്തെ ദിവസം ഈ വസ്ത്രങ്ങളോ ഈ ആഭരണങ്ങളോ ആരെങ്കിലും സ്വന്തമാക്കിയാൽ, എത്ര കിട്ടിയാൽ അത്ര സ്വന്തമാക്കിയാൽ, കൂടുതൽ സ്വന്തമാക്കുന്നവർക്ക് ഖിയാമത്ത് നാൾ വരെ അഭിമാനം പറയാം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. എന്ത് താഴെ വീണു? നല്ല ഉഷാറിലല്ലേ ഇരിക്കണത്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ഗൗരവമുള്ള ഹദീസാ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതിൽ സൂചന പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ മരങ്ങൾ എന്താവും ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടില്ലേ? പറയുന്നത് സ്വർഗത്തിലെ ആ മരങ്ങളിൽ അത് പുഷ്പിണിയായി. എന്തൊക്കെയാ പുഷ്പവും കായായിട്ട് വന്നത്? ആഭരണങ്ങളും വസ്ത്രങ്ങളും. എന്നിട്ട് അത് നസറത്ത് അതിനങ്ങനെ താഴേക്ക് കൊഴിഞ്ഞു, താഴേക്കാണ് കൊഴിഞ്ഞു. താഴേക്കാണ് കൊഴിഞ്ഞപ്പോൾ മലക്കളോട് പറഞ്ഞു, മലക്കളെ നിങ്ങൾ എടുത്തോളൂ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആർക്കാണോ ഇന്ന് കൂടുതൽ കിട്ടിയത് അവർക്ക് പൗർ പറയാം മറ്റുള്ളവരോട് ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ. ഫമൻ ഏതൊരാൾ അഖദ, നോക്കുന്നു അഖദ മിൻഹും ഈ മലക്കളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും എടുത്താൽ ശൈഅൻ ഈ വസ്ത്രത്തിൽ നിന്നോ പിന്നെ ആഭരണത്തിൽ നിന്നോ എടുത്താൽ യൗമഇദ് ഇന്നത്തെ ദിവസം അക്സറ അധികമായിട്ട് മിമ്മ അഖദഹു ഗൈറുഹു മറ്റോൻ എടുത്തതിനേക്കാൾ കൂടുതലായിട്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒരാൾക്ക് 10 ആഭരണവും വസ്ത്രം കിട്ടി, ഒരാൾക്ക് 15 കിട്ടി, ഒരാൾക്ക് 25 കിട്ടി എങ്കിൽ ഇഫ്തഖറ അയാൾക്ക് പൗർ നടിക്കാം ബിഹി, അതുകൊണ്ട് ഇലാ യൗമിൽ ഖിയാമ അന്ത്യനാൾ വരെ. ഫാത്തിമ ബീവിയുടെ കല്യാണത്തിന് അന്ന് കൂടുതൽ ആഭരണം എനിക്ക് കിട്ടിയെന്ന് ഒരു മലക്കിന് മറ്റേ മലക്കിനോട് പറയാം. ഫാത്തിമ ബീവിയുടെ കല്യാണത്തിന് അന്ന് അല്ലാഹു തആല സ്വർഗത്തിലെ മരങ്ങളിൽ നിന്ന് മനോഹരമായ വസ്ത്രങ്ങൾ ചാടിച്ചപ്പോൾ എനിക്ക് നിങ്ങളെക്കാൾ കിട്ടിയിട്ടുണ്ട് എന്ന് മറ്റൊരു മലക്കിനോട് ഈ മലക്കിന് എന്ത് പറയാ? അഭിമാനം പറയാം. ഇഫ്തഖറ മലക്കിന് അഭിമാനം പറയാം ബിഹി, അതുകൊണ്ട് ഇലാ യൗമിൽ ഖിയാമ അന്ത്യനാൾ വരെ എന്ന് കാലത്ത് ഉമ്മു സലമ റസൂലുള്ളാഹിന്റെ ഭാര്യയായ ഉമ്മു സലമ ബീവി പറയാറുണ്ടായിരുന്നു. കാനത്ത് ഫാത്തിമത്തു തഫ്തഖിറു അലൻ നിസാഇ, ഞങ്ങളെ പെണ്ണുങ്ങളെ മേൽ ഫാത്തിമ ചിലപ്പോൾ പത്രാസ് പറയാറുണ്ടായിരുന്നു. എന്ത്? അവ്വല മൻ ഖതബ അലൈഹ ജിബ്രീൽ, നിങ്ങളൊക്കെ അവിടെ നിൽക്കി, ഇന്റെ കല്യാണത്തിന് ഒത്തുപോയത് ജിബ്രീലാണ് എന്ന് ഞങ്ങളോട് പൗർ പറയാറുണ്ടായിരുന്നു. ആര്? ഫാത്തിമ ബീവിയും. ബഹുമാനപ്പെട്ട ഹില്യത്തിൽ അബൂ നുഐമി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബഗ്ദാദി തങ്ങൾ താരീഖ് ബഗ്ദാദിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മു സലമ ബീവി പറയാൻ, ആരാ ഉമ്മു സലമ ബീവി? റസൂലുള്ളാഹിയുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ ബീവി പറയാറുണ്ടായിരുന്നു, കാനത്ത് ഫാത്തിമ തഖ്തഖിറു അലൻ നിസാഇ, മറ്റുള്ള പെണ്ണുങ്ങൾ കൂടിയോടത്ത് ഫാത്തിമ ചിലപ്പോൾ പറയും, നിങ്ങൾ അവിടെ നിൽക്കട്ടെ, ഇന്റെ അവ്വല മൻ ഖതബ അലയ്യ, ഇന്റെ നിക്കാഹിന് ഖുത്ബ ഓതിയത് ആരും അല്ല, ആരാണ്? സയ്യിദ്ന ജിബ്രീൽ. അങ്ങനെ ഒരാള് ഭൂമിയിൽ ആരാണ് ഉള്ളത് എന്ന് ചിലപ്പോൾ പൗർ പറയാറുണ്ടായിരുന്നു. ആര്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ഖതീബുൽ ബഗ്ദാദി തങ്ങൾ രേഖപ്പെടുത്തുന്ന താരീഖുൽ ബഗ്ദാദിലെ വേറെ ഒരു ഹദീസ് ഇത് തന്നെ ബഹുമാനപ്പെട്ട ഇബ്നുൽ അസീർ തങ്ങൾ തന്റെ ഉസ്ദുൽ ഗാബയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ഇബ്നുൽ അസീർ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്ദുൽ ഗാബയിൽ രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ് ബഹുമാനപ്പെട്ട മഹാനായ ഖതീബുൽ ബഗ്ദാദി തങ്ങൾ ഇത് രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഇബ്നുൽ അസീർ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്ദുൽ ഗാബ പ്രാമാണികമായ കിതാബുകളിൽ ഒന്നാണ്. സ്വഹാബത്തിന്റെ ചരിത്രവും മറ്റും വിശകലനം ചെയ്ത വലിയ ഗ്രന്ഥമാണ് ഉസ്ദുൽ ഗാബയിലെ ബഹുമാനപ്പെട്ട ഇബ്നുൽ അസീർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ്. എന്താ ഹദീസ്? عن بلال بن حمامة قال خرج علينا رسول الله ذات يوم ضاحكا مستبشرا, റസൂലുള്ളാഹി ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ അരികിലേക്ക് വന്നു. ഫഖാമ ഇലൈഹി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എണീറ്റ് വന്നു. ഫഖാല, എന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചു, മാ അദ്ഹകക യാ റസൂലല്ലാഹ്, നിങ്ങൾ ഇപ്പൊ ചിരിച്ചു വരുന്ന എന്തിനാണ് നബിയേ? ഞങ്ങളെ മജ്ലിസിലേക്ക് റസൂലുള്ളാഹി എങ്ങനെ വന്ന്? ചിരിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട മഹാനാണ് ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അവർ ഹബീബായ നബിയുടെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു, മാ അദ്ഹകക യാ റസൂലല്ലാഹ്, എന്താണ് നിങ്ങളെ ചിരിപ്പിച്ച നബിയെ? നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിച്ചു വന്നതെന്ന് ചെന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അപ്പോൾ പറഞ്ഞു, ബിഷാറത്തുൻ, എനിക്കൊരു സന്തോഷ വാർത്ത. അത്തത്തിന് എന്ത് റബ്ബി, എന്റെ റബ്ബിന്റെ ഇന്ന് എനിക്കൊരു സന്തോഷ വാർത്ത കിട്ടി. ലമ്മ അറാദല്ലാഹു അൻ യുസബിജ അലിയൻ ഫാത്തിമ, ഇവരെ കല്യാണം നടത്തിയപ്പോൾ അമറ മലക്കൻ, ഒരു മലക്കിനോട് അന്ന് കൽപ്പിച്ചു, അൻ യഹസ്സ ഷജറ തൂബ, തൂബ വൃക്ഷം സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ്. എന്ത്? തൂബ മരം ഒന്ന് കുലുക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞു.
ഈ ഹദീസ് ഇബ്നുൽ അസീർ തങ്ങൾ ഉസ്ദുൽ ഗാബയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിതാബിന്റെ കയ്യിലുണ്ട്. ഇതൊന്നും ആരും ബേജാറാണ്ട. ഞാൻ പറഞ്ഞ കിതാബൊക്കെ കയ്യിലുണ്ട്. ഉസ്ദുൽ ഗാബ് എവിടുന്ന കിട്ടാന്ന് ബേജാറാണ്ട. ഉസ്ദുൽ ഗാബ് എന്റെ കയ്യിലുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നുൽ അസീർ റളിയല്ലാഹുവിന്റെ പ്രാമാണികമായ കിതാബാണ് ഉസ്ദുൽ ഗാബ. ശ്രദ്ധിക്കുക. ഹബീബ റസൂലുള്ളാഹി ഒരിക്കൽ ചിരിച്ചോണ്ട് വന്നു. അങ്ങനെ ഉണ്ടാവില്ല ചില സംഭവങ്ങൾ ഇങ്ങനെ അറിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. ചിരിച്ചു വന്നപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിച്ചു, നബി എന്തിനാ നിങ്ങൾ ചിരിച്ചു വരുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു വിവരം കിട്ടി. എന്താ വിവരം? അലിയാർക്ക് എന്റെ മകൾ ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ അമറല്ലാഹു മലക്കൻ, ഒരു മലക്കനോട് അള്ളാഹു തആല കൽപ്പിച്ചു. എന്ത്? യഹ്സ ഷജറത്ത തൂബ. ഹസ്സ മനസ്സിലായില്ല? കുൽക്ക, വറക്ക, കുൽക്ക എന്നൊക്കെ പറയും. കുൽക്ക മരത്തിനാവുമ്പോ എന്ത് ചെയ്യാൻ പറഞ്ഞു? എന്ത് ചെയ്യാൻ പറഞ്ഞേ? കുൽക്കാൻ വേണ്ടി പറഞ്ഞു. തൂബ മരം. അള്ളാഹു തആല അതൊക്കെ കാണാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ല രസമുള്ള വർത്താനാണ്. ഉറങ്ങിയാൽ കിട്ടൂലട്ടാ, ഉറങ്ങിയാൽ കിട്ടൂല. മുതലായ വർത്താനം ഇനി പറയാൻ പോണത്. മുതലായ വർത്തമാനമാണ് ഇനി പറയാൻ പോകുന്നത്. അള്ളാഹു ഈ ഭാഗ്യം നമുക്ക് തരട്ടെ. അങ്ങനെ ആ മലക്ക് എന്ത് ചെയ്തു? ആട്ടാൻ കൽപ്പിച്ചു. എന്തിനെ? തൂമാമരത്തെ ആട്ടാൻ കൽപ്പിച്ചു. അങ്ങനെ തൂബാ മരത്തെ ആട്ടി. ആര്? ഒരു മലക്ക് ആട്ടി. അപ്പോൾ അത് ചില പ്രമാണപത്രങ്ങളാണ് അതിൽ നിന്ന് കൊഞ്ഞാടിയത്. റക്കാക്ക് പറഞ്ഞാല് പ്രമാണപത്രങ്ങൾ, ആധാരത്തിനൊക്കെ പറയും. മനസ്സിലായില്ല? റിക്കാർഡുകള്. സാധാരണ കടലാസിന് ഇപ്പൊ ഈ കടലാസിന് ഇപ്പൊ കടലാസ് എന്ന് പറയും. ഇതിലൊരു പ്രമാണം എഴുതിയാലോ പ്രമാണപത്രം എന്ന് പറയും. ഇതൊരു പ്രമാണാണെന്ന് പറയും. ഒരു സർട്ടിഫിക്കറ്റ്. അതെ, ഒരു പ്രമാണം. സാധാരണ കടലാസ് തന്നെ അതൊരു സർട്ടിഫിക്കറ്റ്, ഒരു പ്രമാണമാകുമ്പോൾ അതിന് സാധാരണ കടലാസ് എന്നുള്ള പേരല്ലല്ലോ, വിലയുള്ള പത്രം. അപ്പൊ തൂബാ മരത്തെ കുലുക്കാൻ വേണ്ടി മലക്കിനോട് കൽപ്പിച്ചു. വലിയ രസകരമായ സംഭവമാണത്. അള്ളാഹു തആല അതിൽ നമ്മളെയും ഉൾപ്പെടുത്തും. അതിന്റെ വിഷയം ഇനി വരാൻ പറയാം. ഉറങ്ങരുതെന്ന് പറഞ്ഞത് ഭയങ്കര വർത്താനം ഞാൻ പറയുന്നത്. എവിടെയുണ്ട് ഈ ഹദീസ്? ഇത് ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി തങ്ങൾ താരിഖ് ബഗ്ദാദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നുൽ അസീർ റളിയല്ലാഹു അൻഹു ഉസ്ദുൽ ഗാബയിൽ രേഖപ്പെടുത്തിയിട്ട് വേറെ കിതാബുകളിലും ഉണ്ട്. വർത്താനം വിഷയമാകുമ്പോഴല്ലേ വർത്താനം ബാക്കി പറയേണ്ടുള്ളൂ. അപ്പുറത്ത് വലിയ മാളത്തിൽ വേറെയൊക്കെ ഉണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മതി ഡോസ്. അതുകൊണ്ടാണ് കിതാബ് കുറച്ച് പറയുന്നത്. ഇനിയും ഉണ്ട്, വേറെ കിതാബുകളിലും ഉണ്ട്. അങ്ങനെ തൂബാ മരത്തെ ഒരു മലക്ക് ഇങ്ങനെ കുലുക്കി. അപ്പോൾ റക്കാക്കൻ, അത് കുറെ പ്രമാണങ്ങളെയാണ്, പ്രമാണപത്രങ്ങളെയാണ് അതിങ്ങനെ അത് വീഴ്ത്തിയത്. അതിൽ നിന്ന് ഇങ്ങനെ പ്രമാണപത്രങ്ങൾ കുഞ്ഞാടി. നോക്ക്. അപ്പോൾ മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ നിങ്ങളത് പെറുക്കിയെടുത്ത് വെക്കിന്ന് പറഞ്ഞു. ആരോട്? മലക്കുകളെ നിങ്ങൾ ഈ പ്രമാണപത്രങ്ങൾ പെറുക്കിയെടുത്ത് സൂക്ഷിക്കുന്നു അള്ളാഹു തആല പറഞ്ഞു. അങ്ങനെ മലക്കുകൾ ഈ പ്രമാണപത്രങ്ങളെ പെറുക്കിയെടുത്ത് സൂക്ഷിക്കും. ഏതാ ദിവസം? ഏതാ സംഭവം? എന്നാണ് ഈ ദിവസം? പറയാം മനുഷ്യ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വിവാഹം നടക്കുന്ന ദിവസം അള്ളാഹു തആല സ്വർഗത്തിലെ തൂബാ മരത്തെ ആട്ടാൻ ഒരു മലക്കിനോട് കൽപ്പിച്ചു. അങ്ങനെ ആ മലക്ക് ആട്ടിയപ്പോൾ പ്രമാണപത്രങ്ങൾ കൊഴിഞ്ഞാടി. ആ പ്രമാണപത്രങ്ങളെ നിങ്ങൾ എടുത്ത് സൂക്ഷിക്കാൻ ആരോട് പറഞ്ഞേ? മലക്കുകളോട് പറഞ്ഞേ. ഇനി കേട്ടോളൂ. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ സാറത്തിൽ മലായികത്തു ഫിൽ ഖൽഖി, യാ അല്ലാഹ്, മലക്കുകൾ ഈ പ്രമാണപത്രങ്ങളെ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യും. فلا يرون محبا لنا أهل البيت محلا إلا دفعوا إليه منها كتابا براءة له من النار صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. എന്താണ് ഈ പ്രമാണപത്രത്തിലുള്ളത്? മൻ അഹബ്ബ അഹ്ലൽ ബൈത്തി ലഹു ബറാഅത്തുൻ മിനൻ നാർ, അഹ്ലു ബൈത്തിനെ ആരെ പ്രേമിച്ചാലും അവന് നരകമോചനമുണ്ട് എന്നാണ് ഇതിന്റെ പ്രമാണം. ഇത് ആരൊക്കെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചോ അവർക്ക് കിട്ടാതിരിക്കൂല. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, اللهم اجعلنا منهم، 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 اللهم اجعلنا منهم،
അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. പടച്ചവനെ നല്ല മനസ്സോട് കൂടി ഈ ക്ലാസ് ആരൊക്കെ ഖിയാമത്ത് നാൾ വരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറ്റുമായി കേൾക്കുന്നു, അവരിൽ ആരൊക്കെ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കാൻ തയ്യാറുണ്ടോ ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. ആ തയ്യാറുള്ളവർക്കെല്ലാം ഈ ഒരു ദുആയിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ പടച്ചവനെ മുസ്തഫ നബിക്ക് ഒരു ഫാത്തിഹയോട് അൽ ഫാത്തിഹ. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. റബ്ബി ഇഗ്ഫിർ ലി. ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചവർക്ക് ലഹു ബറാഅത്തു മിനന്നാർ, നരകമോചനം ഉണ്ടാകും. ആളുകൾ കൊണ്ടവർ എല്ലാവരെയും ആ ഒരു ബറാഅത്തു മിനന്നാർ എന്ന ദറജ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒന്നും കൂടി കേട്ടോ. ഫാത്തിമ ബീവിയുടെ കല്യാണ ദിവസം തൂബ മരത്തെ ആട്ടാൻ പറഞ്ഞു. ആരോട്? മലക്കിനോട്. മലക്ക് ആട്ടുകയും അതിൽ നിന്ന് ചില പ്രമാണങ്ങൾ വീഴുകയും ചെയ്തു. ആ പ്രമാണങ്ങൾ എടുത്തു സൂക്ഷിക്കാൻ ആരോട് പറഞ്ഞ്? മലക്കുകളോട് പറഞ്ഞു. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഈ പ്രമാണ രേഖകളെ മോമിനീങ്ങൾക്കിടയിൽ വിതരണം ചെയ്യും. ഏത് മോമിനീങ്ങൾ? മുഹിബ്ബൻ ലനാ അഹ്ലൽ ബൈത്തി, മുഹിബ്ബൻ ലനാ അഹ്ലൽ ബൈത്തി, ഞങ്ങൾ അഹ്ലുൽ ബൈത്തിനെ പ്രേമിക്കുന്ന ഏതൊരാൾക്കും ആ പ്രമാണം കിട്ടും. എന്താ പ്രമാണത്തിലുള്ളത്? ലക ബറാഅത്തും മിനന്നാർ, നിനക്ക് നരകത്തിൽ നിന്ന് മോചനമുണ്ട് എന്നാണ് എവിടെ ഉണ്ടാവുക? ആ പ്രമാണത്തിൽ ഉണ്ടാവുക. എങ്കിൽ അഹ്ലുൽ ബൈത്ത് കർബലയിൽ തീർന്നു എന്ന് പറഞ്ഞവന്റെ ഗൗരവം എത്രയായിരിക്കും? അഹ്ലുൽ ബൈത്ത് കർബലയിൽ തീർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് കേവലം ഷിയാക്കളോടുള്ള ദേഷ്യമല്ല അവർക്ക്. ഷിയാക്കളോടുള്ള ദേഷ്യമാണെങ്കിൽ ഷിയാക്കളെ ആരാണ് അംഗീകരിക്കുന്നത്? ആരാണ് ഇവിടെ ഷിയാക്കൾ അംഗീകരിക്കുന്നത്? ഇത് അഹ്ലുൽ ബൈത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാനിയത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന സത്യത്തിന് അനുധാവനം ചെയ്യുന്ന ഒരു മുഅ്മിനിന്റെ വില എത്രയാ? ഈ പ്രമാണ രേഖകളെ വിതരണം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും. ആർക്കിടയിൽ? മുഅ്മിനീങ്ങൾക്കിടയിൽ. എന്നിട്ട് എന്താ പറയുന്നത്? മൻകാന മുഹിബ്ബൻ ലനാ അഹ്ലൽ ബൈത്തി, ഞങ്ങൾ അഹ്ലുൽ ബൈത്തിനോട് ആർക്കൊക്കെ പ്രേമമുണ്ടോ അവർക്കെല്ലാം എന്ത് കിട്ടും? എന്ത് കിട്ടും? മഹ്ശറിൽ എന്ത് കിട്ടും? ഈ പ്രമാണ രേഖ കിട്ടും. എന്താണ് ആ പ്രമാണ രേഖയിലുള്ളത്? ലക ബറാഅത്തും മിനന്നാർ, ലക ബറാഅത്തും മിനന്നാർ. എന്താണ് അർത്ഥം? എന്താ ലക ബറാഅത്തും മിനന്നാർ? എന്താ അർത്ഥം? നിനക്ക് നരകത്തിൽ നിന്ന് മോചനമുണ്ട്, ഈ നരകത്തിൽ ചാടൂല. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. ലിഖംസത്തുൻ ഉത്ഫി ബിഹാ حر الوباء الحاطمة المصطفى والمرتضى وابناهما والفاطمة. لخمسة أطفي بها حر الوباء الحاطمة المصطفى والمرتضى وابناهما والفاطمة. لخمسة أطفي بها حر الوباء الحاطمة المصطفى والمرتضى وابناهما والفاطمة. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഹബീബായ നബി പറയാണ്, മിന അഖി വബിനി അമ്മി വബിനത്തി. കേട്ടോളി, എന്റെ എളാപ്പാന്റെ മോനായ എന്റെ സഹോദരനും എന്റെ മോളും എന്റെ മോന്റെ അനുജനും, മനസ്സിലായില്ല, എന്റെ അനുജനും എന്റെ മോളും നരകത്തിലേക്ക് പോകേണ്ട എന്റെ സമുദായത്തിൽപ്പെട്ട അനവധി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മോചനമായി തീരും. അല്ലാഹു തആല അതിനെ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മനസ്സിലായില്ലേ? എന്റെ ആഹ്, അതായത് ഇബ്നു അമ്മി, എന്റെ എളാപ്പാടെ മോന്, വബിനത്തി, എന്റെ മോളും, അവർ രണ്ടാളും ആരാണ്? ഫക്കാക്ക്. ഫക്കാക്ക് പറഞ്ഞാൽ അഴിക്കും. എന്തിനെ? പേരടികളെ മോചിപ്പിക്കുന്നവരാവും. മിൻ അഹ്ലിന്നാരി, നരകത്തിൽ കിടക്കേണ്ട. മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ട നരകത്തിൽ കിടക്കേണ്ട പല ആളുകളുടെയും പേരടിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവർ ആരായിരിക്കും? ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ആരായിരിക്കും? എന്റെ സഹോദരനായ അലിയും എന്റെ മോളായ ഫാത്തിമയുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് വവജുഹുഹു, അത് പറയുമ്പോൾ നബിയുടെ മുഖം മുശ്രിഖുൻ, അതിങ്ങനെ പ്രകാശിക്കുകയായിരുന്നു.
പൂർണ്ണചന്ദ്രന്റെ ഒരു കഷ്ണം പോലെ. ഇത് പറയുമ്പോ റസൂലുള്ളാഹിന്റെ മുഖത്തുള്ള ഒരു സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ? ഒരു പൂർണ്ണചന്ദ്രന്റെ കഷ്ണം പോലെ ഉണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ മുഖം. ഞങ്ങളത് കണ്ടതല്ലേ? ആ രൂപത്തിൽ വന്നത് കൊണ്ടാണ് ആര് ചോദിച്ചത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നബിയെ ഇത്ര ചിരിച്ചു വരാനുള്ള കാരണം എന്ത് എന്ന് റസൂലുള്ളാഹിയോട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിക്കാനുള്ള കാരണം എന്താ? റസൂലുള്ളാഹിയുടെ മുഖം ഒരു ചന്ദ്രന്റെ പിളർപ്പ് പോലെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കഷ്ണം പോലെ, അതിന്റെ വട്ടം, ദാഇറത്തുൽ ഖമർ ചന്ദ്രന്റെ വട്ടം. മനസ്സിലായില്ലേ? ചന്ദ്രന്റെ ആ വട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ടായിരുന്നു. ആരെ മുഖത്തേക്ക് നോക്കിയപ്പോ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇബ്നുൽ അസീർ റളിയല്ലാഹു അൻഹു ഉസ്ദുൽ വാബയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സുന്നത്യമായതിന്റെ പ്രാമാണിക കിതാബുകളാണ്. ഖതീബുൽ ബഗ്ദാദി തങ്ങൾ താരിഖ് ബഗ്ദാദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും ഉണ്ട്, പിന്നെ പറയാം. വേറെയും ഉണ്ട് ഇൻഷാ അല്ലാഹ്, വേറെയും കിതാബുകളുണ്ട്. വേറെ ഒരു റിവായത്തും കൂടെ. شنان بن شفعلة الأوسي حدثنا رسول الله صلى الله عليه وسلم عن جبريل إن الله عز وجل لما زوج فاطمة عليا أمر رضوان فأمر رضوان. വേറെ ഹദീസിൽ മരത്തിന് ആട്ടിയത് ആരാണ്? റിളവാനാണ്. ഏത് മലക്ക്? സ്വർഗത്തിന്റെ കാവൽക്കാരനായ മരത്തിന് ആട്ടിയത്, തോബ മരത്തിന് ആട്ടിയത് വേറെ റിവായത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദന റിളവാനാണ്. ഫഹമലത്ത് റഖാഖൻ ബിഅദദി മുഹിബ്ബി ബിഅദദി മുഹിബ്ബി ആലി ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഅദദി മുഹിബ്ബി ആലി ബൈത്തിൻ നബി. എത്ര പ്രമാണമാണ് കൊഴിഞ്ഞാടിയത്? ബിഅദദി മുഹിബ്ബി ആലി ബൈത്തിൻ. നബി കുടുംബത്തെ പ്രേമിക്കുന്നവരെ എണ്ണം മാത്രമേ പ്രമാണം ചാടിയിട്ടുള്ളൂ. അത് അവർക്ക് കൊടുക്കാനുള്ളത് എക്സ്ട്രാ ഉണ്ടാവില്ല. അന്ന് നോക്കിയത് കാര്യമല്ല. ഒന്ന് നമ്മക്ക് കിട്ടുമെന്ന് അന്ന് നോക്കിയിട്ട് കാര്യമല്ല. ബിഅദദി മുഹിബ്ബി അഹ്ലിൽ ബൈത്തി. എത്ര ഉണ്ടാവുള്ളൂ? എത്ര ഉണ്ടാവുള്ളൂ? അഹ്ലുൽ ബൈത്തിനെ പ്രേമിച്ചവരെ എണ്ണം മാത്രം പ്രമാണം അന്ന് ചാടിയിട്ടുള്ളൂ. അതേ ഒന്ന് കൊടുക്കുള്ളൂ. നീ അവിടെ പോയിട്ട് മനസ്സിലായില്ല, അവിടെ പോയിട്ട് നോക്കിയിട്ട് കാര്യമല്ല. എന്ത് ഒരു പ്രമാണം ഞമ്മക്ക് കിട്ടണം. അതിന് സാധനം തന്നെയല്ല. മനസ്സിലായില്ല? ഫിക്സഡ് സാധനം ചാടിയിട്ട് തന്നെ ഉള്ളൂ. മനസ്സിലായി? ഇത് ഭയങ്കര വിലയുള്ള സാധനമാണ്. വില ഇല്ലാത്ത സാധനം ആകുമ്പോഴാണ് എന്താവുക? കുട്ടിയെ കുറച്ചേറെ എടുത്തോക്കൊള്ളൂ. ഇത് വിലയുള്ള സാധനമാണ്, വിലയില്ലാത്ത സാധനമല്ല. അപ്പൊ അഹ്ലുൽ ബൈത്തിനെ പ്രേമിക്കുന്നവരുടെ അവരെ എണ്ണത്തിന് കണക്കായി മാത്രമേ ഈ പ്രമാണം ചാടിയിട്ടുള്ളൂ. അത് മലക്കൾ സൂക്ഷിക്കും. എന്നിട്ട് അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ച ആളുകൾക്കിടയിൽ ഇങ്ങനെ അതാണ് കൊടുക്കും. അവർക്ക് എന്താണെങ്കിൽ എന്തുണ്ടാവില്ല? നരകുണ്ടാവില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റിളവാനാണ് അന്ന് മരത്തിന് ആട്ടിയതെന്ന് ബഹുമാനപ്പെട്ട ശിനാൻ ബിൻ ശഫഅലത്ത് അൽ-ഔസി റളിയല്ലാഹു അൻഹു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. ഫഇദാ കാന യൗമുൽ ഖിയാമ അഹ്ബത്തല്ലാഹു മലായികതൻ ബിതിൽക റഖാഖി. ഈ പ്രമാണം കൊണ്ട് ഭൂമിയിലേക്ക് മഹ്ശറിലേക്ക് ഇറങ്ങും ആര്? മലക്കുകൾ ഇറങ്ങി വരുന്ന മലക്കുകളുടെ കയ്യിൽ എന്തുണ്ടാവും? ഈ പ്രമാണം ഉണ്ടാവും. എന്നിട്ട് ഈ പ്രമാണത്തെ കൊടുക്കപ്പെടും. കുല്ല റജിലിൻ മിൻ മുഹിബ്ബി ആലി മുഹമ്മദി. നബി കുടുംബത്തെ പ്രേമിച്ചവരൊക്കെ കയ്യിൽ എന്തുണ്ടാവും? ഇതിങ്ങനെ പ്രമാണം കൊടുക്കും. അവർക്ക് രക്ഷയുണ്ടാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തന്നു. ഒരു ദൂരമുള്ള ഒരാള് പിന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ഒരു സംസാരത്തിൽ എന്തോ തങ്ങൾക്ക് ഒരു വിഷമം ഉള്ളതുപോലെ ഒരാളോട് സംസാരിച്ചു. അപ്പൊ ഇത് സദസ്സാണ്. അപ്പൊ ആ സദസ്സിൽ അദ്ദേഹത്തിനൊന്നും കൂടുതൽ പറയാൻ കഴിയില്ല. അപ്പോൾ അയാൾ ഒരു ദൂരെ, കേരളത്തിലൊന്നും അല്ല, കേരളത്തിന് പുറത്തൊരു സംഭവം. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ചൊവ്വാഴ്ച ആവാൻ വേണ്ടി കാത്തു നിന്നു. എന്നിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ ചൊവ്വാഴ്ച തങ്ങളടുത്ത് പോയി. തങ്ങൾ ഇന്നലെ ദേഷ്യപ്പെട്ടാണ് എന്നോട് സംസാരിച്ചത്. എന്നിട്ട് കരിഞ്ഞ്. അപ്പൊ തങ്ങൾ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല, അപ്പൊ ചില സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, തങ്ങൾക്ക് സുഖമില്ലല്ലോ. മനസ്സിലായില്ല? തങ്ങൾക്ക് സുഖമില്ലല്ലോ. അപ്പൊ സുഖമില്ലാത്ത ചില സന്ദർഭങ്ങളിലൊക്കെ ചില വിഷമങ്ങൾ സ്വാഭാവികമായ ശരീരത്തിന് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു സംസാരത്തിൽ ഇയാൾക്ക് തോന്നി ദേഷ്യത്തിലാണ് സംസാരിച്ചത്. പക്ഷെ അയാൾക്ക് പിന്നെ ഒരാഴ്ച ഉറക്കം കിട്ടിയില്ല. അയാൾ പിന്നെ ചൊവ്വാഴ്ച കാത്തുനിന്ന് അയാൾ ചൊവ്വാഴ്ച കേരളത്തിന് പുറത്താ ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ പാണക്കാട്ട് വന്ന് തങ്ങളോട് പറഞ്ഞ്
കരിഞ്ഞ് തങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അയാൾക്ക് ആ ആഴ്ച ഉറക്കം കിട്ടിയില്ല. എന്താ അവിടെ പ്രശ്നം? പ്രശ്നം തന്നെയാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, മനസ്സ് തുറക്കുക. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വിതരണം ചെയ്യും. മലക്കുകൾ അള്ളാഹു ഇറക്കും. എന്നിട്ട് ഈ പ്രമാണങ്ങൾ നൽകപ്പെടും. കുല്ല റജുലിൻ, ഏതൊരാൾക്കും മിൻ മുഹിബ്ബി ആലി നബിയിൽ മുസ്തഫ റക്കാൻ ഒരു പ്രമാണം ഫീഹി ആ റഖിൽ ഉണ്ടാകും ബറാഅത്തു മിനൻ നാരി, നിനക്ക് നരകത്തിൽ നിന്ന് മോചനുണ്ട്. അല്ലാഹു തആല ഇത് ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അൽ-ഇസാബയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ-ഇസാബന്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ല? ഈ ഹദീസ് ഇതിന്റെ ഒക്കെ പുറമെ എവിടെ ഉണ്ട്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഫത്ഹുൽ ബാരിയുടെ കർത്താവായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളുടെ അൽ-ഇസാബയിൽ ഉണ്ട്. ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ എന്ന്. بينما رسول الله صلى الله عليه وسلم في المسجد قال لعلي هذا جبريل يخبرني أن الله عز وجل زوجك فاطمة باش على تزويجها 40,000 ملك وأوحى إلى شجرة طوبى أن انزلي عليهم الدر والياقوت. രത്നവും മാണിക്കവും വിതരണം ചെയ്യാൻ വേണ്ടി വിതരാൻ വേണ്ടി അല്ലാഹു തആല മരത്തോട് കൽപ്പിച്ചു. ഫനസറത അലൈഹിം അദ്ദുറ വൽയാഖൂത, രത്നങ്ങളും മാണിക്കവും എല്ലാം വിതറിയിട്ടുണ്ട്. ഫബതറത ഇലൈഹിൽ ഹൂറുല്ലീൻ, ഹൂറുല്ലീങ്ങളും വാരിയെടുത്തിട്ടുണ്ട്. അവര് എൽതഖനായത് എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. മിൻ അത്ബാഖ് മിൻ അദ്ദുരി വൽയാഖൂതി, ഇതെല്ലാം മാണിക്കത്തിന്റെ മുത്തിന്റെയും എല്ലാം പ്ലേറ്റുകളെ അവർ പാത്തു വെച്ചിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യും? അവര് അന്ത്യനാൾ വരെ ഈ ഹൂറുല്ലീങ്ങളായ പെണ്ണുങ്ങൾ ഇത് അഭിമാനത്തോടുകൂടെ സൂക്ഷിക്കുമെന്ന് ജിബ്രീൽ എന്നോട് പറയുമെന്നതായി പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇത് റിയാദുൻ നദറയിൽ ഇമാം മുഹിബ്ബുത്ത് തിബരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹിബ്ബുത്ത് തിബരി തങ്ങളുടെ ദഖായിറുൽ ഉഖബയിൽ വേറെയും ഹദീസ് കാണാം. وعن عبد الله رضي الله إن رسول الله قال لفاطمة حين وجهها إلى علي إن الله أمر لما أمرني أن أزوجك من علي أمر الملائكة أن يصطفوا صفوفا في الجنة. സ്വർഗ്ഗത്തിൽ അണിയണിയായി നിന്നു മലക്കുകൾ. ثم أمر شجر الجنان أن تحمل الحلي والحللا ثم أمر جبريل فنصب في الجنة منبرا. സ്വർഗ്ഗത്തിൽ ഒരു മിമ്പർ നാട്ടി സയ്യിദുനാ ജിബ്രീൽ. ثم صعد جبريل وخطب, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ മേലെ കയറുകയും ഖുതുബ ഓതുകയും ചെയ്തു എന്ന്. ഫലമ്മ ഫറഗ നസറ അലൈഹിം മിൻ ദാലിക, എന്നിട്ട് ഈ രത്നവും ഈ സ്വർണവും ഇതെല്ലാം മലക്കൾക്കിടയിൽ വിതരണം ചെയ്തു. ഫമൻ അഖറ അഹ്സന വഅക്സറ മിൻ സ്വഹാബിഹി ഇഫ്തഖറ ബിഹി ഇലാ യൗമിൽ ഖിയാമ. ഇത് നസായി ഇമാം രേഖപ്പെടും. ഈ ഹദീസ് ഇമാം നസായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്ലുൽ ബൈത്തിന്റെ ഖസായിസ് പറയുന്നിടത്ത് ഇമാം നസായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് മനസ്സിലായില്ലേ? ഇത് ഹൂറുല്ലീങ്ങൾ മലക്കൾക്കിടയിലൊക്കെ എല്ലാവരുടെയും വിതരണം ചെയ്തിട്ടുണ്ട്. അവരെ കയ്യിലുണ്ട്. മോളെ കരയല്ലേ, ഇതുപോലെ നിനക്ക് അള്ളാഹുവിന്റെ റസൂൽ മോളോട് ആ ദിവസം ചോദിക്കുകയും കരഞ്ഞു. ആര്? ഫാത്തിമ ബിബി അലിയാർക്ക് കെട്ടിച്ചോട്ട്. ഫാത്തിമ ബിബി എന്തായി? കരഞ്ഞു. മോളെ ഇത് നിനക്ക് പോലെ മോളെ എന്ന് റസൂൽ അവിടെ വെച്ച് ചോദിക്കുകയും ചെയ്തു. ഈ ഹദീസ് ഇമാം നസായി തങ്ങൾ സിയാവുസിത്തയിൽപ്പെട്ട ഇമാം നസായി തങ്ങൾ ഖസായിസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തിബരി തങ്ങളെ ഒരു ഹദീസും കൂടി കേട്ടോളൂ. عن علي قال رضي الله عنه قال قال رسول الله أتاني ملك فقال يا محمد صلى الله عليه وسلم إن الله تعالى يقول قد أمرت شجرة طوبى أن تحمل الدر والياقوت والمرجان وأن تمسر على من قضى عقد النكاح فاطمة من الملائكة والحور العين. ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതെല്ലാം സ്വർഗത്തിലെ വൃക്ഷങ്ങൾ ചാടിക്കുകയും ആ ആഭരണങ്ങളെ അള്ളാഹ് സൃഷ്ടിച്ചു. അത് മലക്കൾക്കിടയിൽ വിതരണം ചെയ്തു. ആ ഒരു പാരിതോഷികം കിട്ടിയതിൽ ആകാശത്തെ മലക്കുകളൊക്കെ അന്ന് സന്തോഷിച്ചു. ഇനി പറയാണ് ഇതിന് 2 കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. സയ്യിദാനി ഫി ദുനിയാ വ സയ്യിദാനി ഫി മിൻ അഹ്ലിൽ ജന്ന കുഹൂലി അഹ്ലിൽ ജന്ന. മനസ്സിലായില്ല? ഈ കല്യാണത്തിൽ 2 കുട്ടികൾ ഉണ്ടാകുമ്പോഴുണ്ട് അവര് ദുന്യാവിലും നേതാക്കളാണ്, ആഖിറത്തിലെ യുവാക്കളുടെയും നേതാക്കളാണ് എന്ന്. സ്വർഗം അതിനു വേണ്ടി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ണ് കുളിർത്തോളൂ നബിയെ എന്ന് ഈ വിഷയം എന്നോട് സയ്യിദുനാ ജിബ്രീൽ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് ഇമാം മുഹബ്ബത്ത് തിബരി തങ്ങൾ ദഖായിറുൽ ഉഖബയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഹിന്ദുക്കളെ മുസ്ലിമീങ്ങളെ തമ്മിൽ അടിക്കുന്നവര്, അടുപ്പിക്കുന്നവര്, തമ്മിൽ തെറ്റിക്കുന്നവര്, ജനങ്ങളെ കൊല്ലിക്കാൻ വേണ്ടി വാളെടുക്കുന്നവര്, അവരൊന്നും നാട് ഭരിക്കരുതേ പടച്ചവനെ, അവരൊന്നും അധികാരം വാഴരുതേ റബ്ബേ. സ്നേഹമുള്ളവര്, കരുണയുള്ളവര്, ഏതൊരു ജീവിയോടൊരു കരുണയും മനുഷ്യപ്പറ്റുള്ളവര്, അത്തരം ആളുകൾ പെണ്ണുങ്ങളോട് മാന്യത പുലർത്തുന്നവരോട്, ഇങ്ങനത്തെ മനുഷ്യന്മാർ, പെണ്ണിന് വില വെക്കുന്നവര്, സ്നേഹം കാണിക്കുന്ന ഇങ്ങനത്തെ മനുഷ്യന്മാർ നാട്ടിൽ ഉണ്ടാകണമേ റബ്ബേ. എല്ലാ ജാതി മതങ്ങളിലും കരുണയെ സ്നേഹമുള്ളവർ അധികരിക്കണമേ അല്ലാഹ്.